SCERT ചാപ്റ്റർ വൈസ് MCQസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 6ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ഭരണഘടനയ്ക്കൊരു മുഖവുര എന്ന ചാപ്റ്ററിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും MCQസുമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് പുതിയ SCERT ചാപ്റ്റേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷകൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചാപ്റ്റേഴ്സിൽ നിന്നും പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന ചാപ്റ്ററിലെ 90 ക്വസ്റ്റ്യൻസും അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന ചാപ്റ്ററിലെ 115 ക്വസ്റ്റ്യൻസും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻസ് SCERT മോക്ക് ടെസ്റ്റ് സീരീസ് എന്ന കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ സിലബസിൽ ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ എന്ന ടോപ്പിക്കിലാണ് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു രാഷ്ട്രത്തിലെ ഗവൺമെന്റിന്റെ സംഘടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങളും തത്വങ്ങളും അടങ്ങിയ ആധികാരിക രേഖ ഏതാണ്? ഓപ്ഷൻസ്: ഓർഡിനൻസ്, ഭരണഘടന, നിയമസംഹിത, ബജറ്റ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഭരണഘടനയാണ്. അപ്പോൾ നമുക്ക് SCERT പോയിന്റ്സ് കൂടി പഠിക്കാം. ഒരു രാഷ്ട്രത്തിലെ ഗവൺമെന്റിന്റെ സംഘാടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ, തത്വങ്ങൾ, വ്യവസ്ഥകൾ എന്നിവയടങ്ങിയ ആധികാരിക രേഖയാണ് ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടന എന്താണ്? ഒരു രാഷ്ട്രത്തിലെ ഗവൺമെന്റിന്റെ സംഘാടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ, തത്വങ്ങൾ, വ്യവസ്ഥകൾ എന്നിവയടങ്ങിയ ആധികാരിക രേഖയാണെന്ത്? ഭരണഘടന. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഹമ്മുറാബിയുടെ നിയമസംഹിതയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? ഒന്ന്, ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിതകളിൽ ഒന്നാണിത്. അപ്പോൾ ഇത് ശരിയായ ഒരു പ്രസ്താവനയാണ്. രണ്ട്, ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല എന്ന് ഈ നിയമസംഹിത അനുശാസിക്കുന്നു. ഇതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2 എന്നിവ ശരിയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിതകളിൽ ഒന്നാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത. പിന്നെന്താണ്? ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല എന്നതാണ് ഈ നിയമസംഹിത അനുശാസിക്കുന്നത്. ഹമ്മുറാബി എവിടത്തെ ഭരണാധികാരിയായിരുന്നു? ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്നു ഹമ്മുറാബി. പിന്നെ കാലഘട്ടം കൂടി പഠിച്ചു വയ്ക്കണം. BCE 1792 1750 ആയിരുന്നു കാലഘട്ടം. BCE 1792 1750 ആയിരുന്നു കാലഘട്ടം. ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്നു. പിന്നെ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതകളിൽ ഒന്നാണ് പുരാതന ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ നിയമസംഹിത. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ ധിക്കരിക്കാൻ ആർക്കും അധികാരമില്ല എന്നാണ് ഈ നിയമസംഹിത അനുശാസിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇംഗ്ലണ്ടിലെ ജനങ്ങൾ ജോൺ രാജാവിനെ തടഞ്ഞുവെച്ച് ഒപ്പുവെപ്പിച്ച ചരിത്ര പ്രസിദ്ധമായ മാഗ്ന കാർട്ട നിലവിൽ വന്ന വർഷം ഏത്? ആൻസർ ഓപ്ഷൻ എ, CE 1215 ചരിത്ര പ്രസിദ്ധമായ മാഗ്ന കാർട്ട നിലവിൽ വന്നത്. 1215 ചരിത്ര പ്രസിദ്ധമായ മാഗ്ന കാർട്ട നിലവിൽ വന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്ന് വ്യക്തമാക്കിയതും മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നതുമായ പ്രമാണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മാഗ്ന കാർട്ടയാണ്. മാഗ്ന കാർട്ടയിൽ എന്താണ് പറയുന്നത്? രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്ന് വ്യക്തമാക്കിയത് മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നതുമായ പ്രമാണമാണ് മാഗ്ന കാർട്ട. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, മാഗ്ന കാർട്ടയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ഒന്ന്, ഇംഗ്ലണ്ടിലെ ജോൺ രാജാവാണ് ഈ പ്രമാണത്തിൽ ഒപ്പുവെച്ചത്. അത് ശരിയായ പ്രസ്താവനയാണ്. 2, മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഇതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2 എന്നിവ ശരിയാണ്. അപ്പോൾ എന്താണ് മാഗ്ന കാർട്ട? ഇംഗ്ലണ്ടിലെ ജനങ്ങൾ രാജാക്കന്മാരുടെ ഏകാധിപത്യത്തിൽ വീർപ്പുമുട്ടിയിരുന്നു. അപ്പോൾ ഇതിനെതിരെ CE 1215 ജോൺ രാജാവിനെ തടഞ്ഞുവെച്ച് ജനങ്ങൾ ഒപ്പുവെപ്പിച്ച പ്രമാണമാണ് മാഗ്ന കാർട്ട. രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാഗ്ന കാർട്ടയെ കണക്കാക്കുന്നു. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കാനും പാർലമെന്റിന്റെ അധികാരം വർദ്ധിപ്പിക്കാനും കാരണമായ മഹത്തായ വിപ്ലവം നടന്ന വർഷം ഏതാണ്? മഹത്തായ വിപ്ലവത്തിന്റെ വേറൊരു പേരാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ. അപ്പോൾ ഇത് നടന്നത് എന്നാണ്?
ഓപ്ഷൻ ബി ആണ്. സി 1788 മഹത്തായ വിപ്ലവം അഥവാ ഗ്ലോറിയസ് റെവല്യൂഷൻ നടന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ നടന്ന മഹത്തായ വിപ്ലവത്തിന്റെ പ്രധാന ഫലം എന്തായിരുന്നു? എ. ഇംഗ്ലണ്ടിൽ ജനാധിപത്യം പൂർണ്ണമായി അവസാനിച്ചു. അപ്പോൾ അത് തെറ്റാണ്. ബി. രാജാധികാരം പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി. ഇത് ശരിയായ പ്രസ്താവനയാണ്. അപ്പം സിയും ഡിയും നോക്കാം. സൈനിക ഭരണം നിലവിൽ വന്നു. അത് തെറ്റായ ഒരു പ്രസ്താവനയാണ്. പുതിയ രാജവംശം അധികാരം പിടിച്ചെടുത്തു. അതും തെറ്റായതാണ്. അപ്പോൾ എന്താണ്? 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ നടന്ന മഹത്തായ വിപ്ലവത്തിന്റെ പ്രധാന ഫലം എന്തായിരുന്നു? രാജാധികാരം പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1688 മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? 1. ഇത് ഇംഗ്ലണ്ടിൽ പാർലമെന്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ രൂപീകരണത്തിന് വഴിയൊരുക്കി. അത് ശരിയായ പ്രസ്താവനയാണ്. 2. രാജാക്കന്മാരും പാർലമെന്റും തമ്മിലുണ്ടായ സംഘർഷങ്ങളുടെ ഫലമായാണ് ഈ വിപ്ലവം ഉണ്ടായത്. ഇതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2 എന്നിവ ശരിയാണ്. 17-ാം നൂറ്റാണ്ടിലാണ് മഹത്തായ വിപ്ലവം ഉണ്ടായത്. വർഷമെന്നാണ് 1688. 17-ാം നൂറ്റാണ്ടിലാണ് മഹത്തായ വിപ്ലവം ഉണ്ടായത്. അപ്പോൾ ഇംഗ്ലണ്ടിൽ പാർലമെന്റിന്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച രാജാക്കന്മാരും പാർലമെന്റും തമ്മിൽ നിരവധി സംഘർഷങ്ങൾ ഉണ്ടായി. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് സി 1688 മഹത്തായ വിപ്ലവം. അപ്പോൾ രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുവാനും പാർലമെന്റിന്റെ അധികാരം വർദ്ധിപ്പിക്കുവാനും ഈ വിപ്ലവത്തിലൂടെ കഴിഞ്ഞു. അപ്പോൾ ഈ വിപ്ലവത്തിലൂടെ എന്താണ് സാധിച്ചത്? രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുവാനും പാർലമെന്റിന്റെ അധികാരം വർദ്ധിപ്പിക്കുവാനും ഈ വിപ്ലവത്തിലൂടെ കഴിഞ്ഞു. രാജാധികാരം പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു. ഇംഗ്ലണ്ടിൽ പാർലമെന്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ രൂപീകരണത്തിന് ഇത് വഴിയൊരുക്കി. 9ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ വടക്കേ അമേരിക്കൻ കോളനികൾ നടത്തിയ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. സി 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്ന വർഷം 1776. 10ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അമേരിക്കൻ ഭരണഘടനയാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന. 11ാമത്തെ ക്വസ്റ്റ്യൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 1. ഗവൺമെന്റിനെ നീക്കം ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരമുണ്ടെന്ന് ഈ പ്രഖ്യാപനം വ്യക്തമാക്കുന്നു. ഇത് ശരിയായ പ്രസ്താവനയാണ്. 2. ഇത് ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയുടെ രൂപീകരണത്തിന് കാരണമായി. അപ്പോൾ ഇതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി 1, 2 എന്നിവ ശരിയാണ്. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നോക്കാം. ബ്രിട്ടന്റെ അധീനതയിലായിരുന്ന 13 വടക്കേ അമേരിക്കൻ കോളനികൾ ബ്രിട്ടന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാട്ടം നടത്തി. തുടർന്ന് സി 1776 ഈ കോളനികൾ നടത്തിയ പ്രഖ്യാപനമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഗവൺമെന്റിനെ നീക്കം ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഈ പ്രഖ്യാപനത്തിലൂടെ കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയായ അമേരിക്കൻ ഭരണഘടനയുടെ രൂപീകരണത്തിനും ഇത് കാരണമായി. 12ാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി എന്നീ ചരിത്ര പ്രസിദ്ധമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫ്രഞ്ച് ജനത വിപ്ലവം നയിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 1789. അപ്പോൾ 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. വർഷം 1, 7, 8, 9. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ രാജാധികാരത്തിനെതിരെ അംഗീകരിക്കപ്പെട്ട പ്രധാന ആശയം താഴെ പറയുന്നവയിൽ ഏതാണ്? സൈനിക മേധാവിത്വം, ജനങ്ങളുടെ പരമാധികാരം, പ്രഭുഭരണം, ദൈവികാധികാര സിദ്ധാന്തം. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ജനങ്ങളുടെ പരമാധികാരമാണ്. പോപ്പുലർ സോവറിനിറ്റി ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ രാജ്യാധികാരത്തിനെതിരെ അംഗീകരിക്കപ്പെട്ട പ്രധാന ആശയം ഏതാണ്? ജനങ്ങളുടെ പരമാധികാരമാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1. 1788 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. അപ്പോൾ അത് തെറ്റായ പ്രസ്താവനയാണ്. എന്നാണ് ഫ്രഞ്ച് വിപ്ലവം? 1789. 1, 7, 8, 9 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. ഈ വിപ്ലവത്തോടെ ഫ്രാൻസിൽ ഒരു ഭരണഘടന രൂപപ്പെടുകയും രാജാവിന്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമാവുകയും ചെയ്തു. ഇത് ശരിയായ പ്രസ്താവനയാണ്.
അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി 2 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഒരുപാട് PSC പരീക്ഷകൾക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. അപ്പോൾ രാജാധികാരത്തിനെതിരെ ജനങ്ങളുടെ പരമാധികാരം എന്ന ആശയം അംഗീകരിക്കപ്പെട്ടത് ഈ വിപ്ലവത്തിലൂടെയാണ്. ഇതോടെ ഫ്രാൻസിൽ ഒരു ഭരണഘടന രൂപപ്പെടുകയും രാജാവിൻ്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്തു. 15ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്നവ ശരിയായി ജോഡി ചേർക്കുക. 1. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന. ഏതാണ് ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന? അമേരിക്കൻ ഭരണഘടനയാണ്. 2. ചരിത്രത്തിലെ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിത. ഏതാണ്? ഹമ്മുറാബിയുടെ നിയമസംഹിത. പാർലമെന്റിന്റെ അധികാരം വർദ്ധിപ്പിച്ച വിപ്ലവം ഏതാണ്? മഹത്തായ വിപ്ലവമാണ്. പാർലമെന്റിന്റെ അധികാരം വർദ്ധിപ്പിച്ച വിപ്ലവമാണ് മഹത്തായ വിപ്ലവം. ഇനി മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ല് ഏതാണ്? മാഗ്ന കാർട്ടയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? 1, 4, 2, 1, 3, 2, 4, 3 ആണ്. വർക്ക്ഷീറ്റ് പൂർത്തിയാക്കാനായിട്ട് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ രാജാവിൻ്റെ അധികാരങ്ങൾ ഭരണഘടനയ്ക്ക് വിധേയമായി. അത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ്? അമേരിക്കൻ ഭരണഘടനയാണ് ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന. ഇനി ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിത ഹമ്മുറാബിയുടേതാണ്. നിയമസംഹിതയാണ്. ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ് ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിത. രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിക്കുകയും പാർലമെന്റിന്റെ അധികാരം വർദ്ധിക്കുകയും ചെയ്തത് ഏതാണ്? മഹത്തായ വിപ്ലവത്തിലാണ്. ഗ്ലോറിയസ് റെവല്യൂഷനിലൂടെയാണ്. ഈ മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ല് ഏതാണ്? മാഗ്ന കാർട്ടയാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കാനും പാർലമെന്റിന്റെ അധികാരം വർദ്ധിപ്പിക്കാനും കാരണമായത് മഹത്തായ വിപ്ലവമാണ്. ഈ പ്രസ്താവന താഴെ പറയുന്നവയിൽ ഏത് രാജ്യത്തെ ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 16 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് 1-ൽ കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പാർട്ട് 2-മായി കാണാം. താങ്ക് യു.